എൻ.സി.പിയിലെ മന്ത്രിസ്ഥാനം വീതം വെപ്പിൽ ഇന്ന് കൂടുതൽ വ്യക്തത വന്നേക്കും. മന്ത്രിസ്ഥാനം സംബന്ധിച്ച പാർട്ടി ദേശീയ അധ്യക്ഷൻ ശരത് പവാർ കേരള നേതാക്കളുമായി ഇന്നലെ മുംബൈയിൽ ചർച്ച നടത്തിയിരുന്നു. തോമസ് കെ തോമസ് മന്ത്രിയായേക്കുമെന്നാണ് വിവരം. മന്ത്രി പദവിയെ ചൊല്ലിയുള്ള തർക്കത്തിനിടെ അധ്യക്ഷ സ്ഥാനത്തിന്റെ പേരിലുള്ള ഭിന്നതയും എൻ.സി.പിക്ക് തലവേദനയാകുന്നുണ്ട്. സാനിയോ മനോമി നൽകും വിശദാംശങ്ങൾ. സാനിയോ, ഗുഡ് മോർണിംഗ്. എന്തായിരിക്കും ഒരു വ്യക്തത വരുമ്പോൾ എന്തായിരിക്കും ഒരു തീരുമാനം എന്നുള്ളതാണ്. എന്തായാലും ആ ഒരു തോമസ് കെ തോമസിലേക്ക് കാര്യങ്ങൾ എത്തുന്നുണ്ട് എന്ന് തന്നെയാണോ ഇതുവരെയുള്ള റിപ്പോർട്ടുകളിൽ നിന്ന് മനസ്സിലാക്കുന്നത്? ഒപ്പം ഈ തർക്കത്തിനിടെ അധ്യക്ഷ സ്ഥാനത്തിന്റെ പേരിലുള്ള ഭിന്നതയും ഈ തലവേദനയാകുന്നുണ്ട് എൻ.സി.പിക്ക് എന്നുള്ളതാണല്ലേ? ഗുഡ് മോർണിംഗ് ശ്രുതി, തുളസി. ഇന്നലെയാണ് മുംബൈയിൽ വെച്ച് ശരത് പവാറുമായി കേരളത്തിലെ നേതാക്കൾ യോഗം ചേർന്നത്. അതായത് സംസ്ഥാന പ്രസിഡന്റ് ചാക്കോ, അതുപോലെ മന്ത്രി എ കെ ശശീന്ദ്രൻ, തോമസ് കെ തോമസ് എന്നിവരായിരുന്നു ഇന്നലെ യോഗത്തിലെ പ്രധാനികൾ. ഏതായാലും ആ യോഗത്തിൽ തീരുമാനിച്ചിരിക്കുന്നത് MLA തോമസ് കെ തോമസിന് മന്ത്രിസ്ഥാനം നൽകാൻ തന്നെയാണ് എന്നതാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. പക്ഷേ അതുമായി ബന്ധപ്പെട്ട് ശശീന്ദ്രൻ്റെ പ്രതികരണം എന്ന് പറയുന്നത് അങ്ങനെ ഒരു ആലോചന, മന്ത്രിസ്ഥാനം മാറുന്നതുമായി ബന്ധപ്പെട്ട ആലോചന നടന്നിട്ടില്ല എന്ന് തന്നെയായിരുന്നു. പക്ഷെ നമ്മളിപ്പോഴും കരുതുന്നു അത് തോമസ് കെ തോമസുമായി പങ്കിടാനുള്ള ഒരു ആലോചനയാണ് ഇപ്പോൾ വന്നിരിക്കുന്നത് എന്നാണ്. അതേസമയം തോമസ് കെ തോമസിന് മന്ത്രിപദം നൽകുകയാണ് എങ്കിൽ സംസ്ഥാന അധ്യക്ഷ പദം എ കെ ശശീന്ദ്രൻ ആവശ്യപ്പെട്ടേക്കുമെന്നാണ് നമ്മളിപ്പോൾ മനസ്സിലാക്കുന്നത്. നേരത്തെ മന്ത്രിസ്ഥാനം മാറുകയാണ് എങ്കിൽ MLA സ്ഥാനം തന്നെ രാജിവെക്കുമെന്ന് ശശീന്ദ്രനൊരു ഭീഷണി ഉണ്ടായിരുന്നു. പക്ഷേ അതിൽ നിന്ന് അയവ് വന്നിട്ടുണ്ട് എന്നാണ് നമ്മളിപ്പോൾ മനസ്സിലാക്കുന്നത്. ഇപ്പോൾ സംസ്ഥാന അധ്യക്ഷ പദമായിരിക്കും ശശീന്ദ്രൻ ആവശ്യപ്പെടുക എന്നാണ് കരുതുന്നത്. പക്ഷേ അത് വിട്ടുകൊടുക്കാൻ ചാക്കോ തയ്യാറാകുമോ തുടങ്ങിയ കാര്യങ്ങളടക്കം ആണ് ഇനിയിപ്പോൾ പ്രധാനമായും വരാൻ പോകുന്നത്. ഈ കാര്യങ്ങളിലൊക്കെ ഇന്നൊരു വ്യക്തത വരുമെന്നാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. പക്ഷേ അപ്പോഴും എൻ.സി.പിയിലെ പ്രതിസന്ധി അവിടെ തന്നെ നിലനിൽക്കുകയാണ്. ആരെ മന്ത്രിയാക്കണം അല്ലെങ്കിൽ ആരെ സംസ്ഥാന അധ്യക്ഷനാക്കണം എന്നുള്ളൊരു പ്രതിസന്ധി അപ്പോഴും അവിടെ നിലനിൽക്കുക തന്നെയാണ്.